ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. നമ്മൾ ഇന്ന് ഫ്രൈഡേ മാർക്കറ്റിൽ പോയിട്ടാണെങ്കിൽ ടെട്രാ ഫിഷിനെയും സീബ്ര ഫിഷിൻ്റെ ഒരു വെറൈറ്റീനെ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ വയലറ്റും റെഡും ഗ്രീൻ കളറിലുള്ള ഒരു ടെട്ര, പിന്നെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് യെല്ലോയും ഉള്ളൊരു ഇതിനെയാണ് സീബ്ര ഫിഷിനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളാണെങ്കിൽ അതിനെ ഇറക്കി വിടുന്ന കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ്, ഇതിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഒന്ന് ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതിലോട്ട് വെച്ച് അപ്പോൾ അത് കുറച്ച് നേരം ഇതിനകത്ത് കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് മറ്റേ വെള്ളമായിട്ടുള്ള ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ അതിനെ റിലീസ് ചെയ്യാം. അപ്പം ബേസിങ് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും ജസ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഫിഷിനെ വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇപ്പം ഇതിനെ ആണെങ്കിൽ ഒരു 6-7 മണിക്കൂർ, അല്ല 6-7 മണിക്കൂറായില്ല, 5 മണിക്കൂർ നമ്മൾ ഇതിനെ ക്വാറൻറ്റൈൻ ചെയ്തിട്ടായിരുന്നു, മരുന്നൊക്കെ ഒഴിച്ചിട്ടിട്ട്. അപ്പം കാരണം നമ്മളിത് എന്താ പറയുക, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആയതുകൊണ്ട് എന്തെല്ലാം അസുഖങ്ങളുണ്ടാകുമെന്ന് അറിയില്ല. അപ്പം മറ്റുള്ള നമ്മൾ കമ്മ്യൂണിറ്റി ടാങ്കിലോട്ട് ഇടുമ്പോഴത്തേക്കിന് ബാക്കിയുള്ള മീനുകൾക്കും അതിൻ്റെ ഒരു മറ്റുള്ള ഇതിനുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ചെയ്തായിരുന്നു, ക്വാറൻറ്റൈൻ ചെയ്ത് ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂർ നമ്മളിതിനെ മരുന്നൊഴിച്ച് ഇതിനെ ഇട്ടേക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വലിയ ടാങ്കിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാം. അപ്പം റിലീസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ് വേണം, ഞാൻ ഡാഡി പിടിച്ചു തരാം. അപ്പം നമ്മളിതിനെ നെറ്റ് വെച്ചിട്ട് ഇതെടുക്കുവാണ്. അപ്പോൾ ഒരെണ്ണം മിസ്സായി, ഒന്നല്ല 2 മിസ്സായിട്ടുണ്ട്, 2 കിട്ടി. അപ്പോൾ മൊത്തം ഒന്നുകൊണ്ട് വാഴ ഇങ്ങോട്ട് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മൊത്തം ഇതിനെ ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മുടെ ഇപ്പൂസാണ് നമ്മുടെ റിലീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ പിടിച്ച് ഇതിനെ നമ്മുടെ വലിയ ടാങ്കിലോട്ട് കുറച്ച് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളതിനെ റിലീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് കാണിച്ചു തരാം. ഇട്ടോ ഇപ്പൂസേ, പിടിച്ചാണ് ഇടുന്നത്, വേണ്ട തിരിച്ച് കമത്തിയാൽ മതി. അപ്പോൾ ഇപ്പൂസാണ് വേണ്ടോ, ഇപ്പൂസ് നിന്നുകൊണ്ട് ഓരോന്നിനെ പിടിച്ചിടുകയാണ്. പുള്ളിക്കാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീനെ റിലീസ് ചെയ്യാനോട്ട്, മീനെ പിടിക്കാൻ, മീനെ ഇടാൻ വേണ്ടിയിട്ട്. കണ്ടോ അതിന്റെ ഫിൻസ് കണ്ടോ, നല്ല അടിപൊളിയല്ലേ, വെറൈറ്റി ആണ് കേട്ടോ. ഇത് കാണത്തില്ല, നീ റിലീസ് ചെയ്യുന്നത് ഇങ്ങോട്ട് ഇത്. അപ്പൊ അടുത്തതിനാണ് പിടിക്കുന്നുണ്ട്, കൊല്ലവും ദൈവത്തിന് മാത്രമല്ല. അപ്പോൾ ഇട്ടതാണ് അതിന്റെ ഫിൻസ് ഉണ്ട്, നല്ല സുന്ദരമാണ് കേട്ടോ, നല്ല രസമുണ്ട്. അടുത്തതിനെ ഇനിയും പിടിക്കാൻ പോവാണ്, അടുത്തതിനെ പിടിച്ചിടാൻ പോവാണ്. ഇപ്പൂസ് ഒരു രക്ഷയില്ല കേട്ടോ, ഇപ്പൂസ് ഒന്നും നമ്മളെ കൊണ്ട് സമ്മതിക്കത്തില്ല, ഏതാണ്ടൊക്കെയോ കൊണ്ട് വിടുന്നുണ്ട് കേട്ടോ. അതൊരു സീബ്ര ആയിരുന്നു ഗൈസ്, ലൈറ്റ് കളർ അല്ലോ. അതേത് ഫിഷ് ആയിരുന്നു, റെഡ് കളർ പോയി ഗൈസ്. ലാസ്റ്റ് ഒരു ഡാർക്ക് അതിനെ കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൈ വെച്ച് ഒരു മീനെ ഒരു ഗപ്പീനെ അങ്ങ് കൊന്നതാ കേട്ടോ ഗൈസ് ഈ ഇപ്പൂസ്. അപ്പോൾ ഇപ്പൂസ് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്, എല്ലാത്തിനും റിലീസ് ചെയ്തു. നമ്മുടെ ചിൽച്ചിൽ ഭയങ്കര അറ്റാക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ കൈ വെക്കുമ്പോഴത്തേക്കിന് വരും അത് കൊത്താൻ വേണ്ടിയിട്ട്. ഇപ്പൂസ് കാണിച്ചു, ഇപ്പൂസ് ഇപ്പൊ കാണിച്ചു തരുമ്പോ ഇപ്പൂസ് കൈ വെച്ച അത് മാറ്റണ്ട, കൈ വെച്ചു, അത് അവിടെ വെച്ചു, നീ കൈ അവിടെ ഇരുന്നോട്ടെ, കൈ വെച്ചു. കണ്ട കുത്തുന്നുണ്ടോ ഗൈസ് വെച്ച്. ഭയങ്കര അറ്റാക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ ഫ്ലാറ്റിലെ മീനായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിരുന്ന എല്ലാത്തിനും അത് കൊത്തിക്കൊന്നു കളഞ്ഞു. എന്നിട്ട് ഇത് മാത്രം രാജാവായിട്ട് വളരുമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മുടെ കോഴിക്കാർപ്പിനൊക്കെ ഓടിച്ചിട്ട് കൊത്തുമായിരുന്നു. നമ്മുടെ കോഴിക്കാർപ്പ് കണ്ട് ഇത്രയും വലിയ കോഴിക്കാർപ്പായിട്ട് അതിനെ ഓടിച്ചിട്ട് കൊത്തി അതിൻ്റെ വാലൊക്കെ കളഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഞാൻ അതിനെ വേറെ ഒരു രീതിയിലോട്ട് മാറ്റിയിട്ട്. അപ്പം നമ്മുടെ ഇവിടെ നിൻ്റെ അകത്ത് ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഞാൻ 1, 2, 3 കട്ട് ചെയ്തായിരുന്നു, കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. ഒന്ന് മാറിക്കേ പൂസേ. പിടിച്ചോ
നമ്മളായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇത് അപ്പോസ് മാറ്റിയിട്ടാണ് ഇതിനെ. ഇത് പ്രസവിക്കാറായെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആയിട്ടില്ല. നമ്മുടെ ചെടികളൊക്കെ വേണ്ട റൂട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് റൂട്ടൊക്കെ നല്ലതായിട്ട് ഓടിയിട്ടുണ്ട്. നമ്മൾ 2-3 വട്ടം മെഡിസിൻ ആഡ് ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്ലാറ്റിയുടെയും ഗപ്പിയുടെയും പിന്നെ മോളയുടെ 2-3 കുഞ്ഞുങ്ങളുണ്ട്. സൈസ് കുറവായതുകൊണ്ട് ഞാൻ ഇതിനെ റിലീസ് ചെയ്തില്ല. അപ്പോൾ ഇതൊന്ന് വലുതായി കഴിഞ്ഞിട്ട് വേണം ഇതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇട്ട മീനാണ് കണ്ടോ, ഇതിൻ്റെ ഫിൻസ് കണ്ടോ, അടിപൊളിയാണ്. ഇവന്മാർ ഓടി നടക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇവർക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.